ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കാണിച്ചു തരാം. ആദ്യം തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന കുറച്ച് മാർക്കേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്ലൂ ടേപ്പ് ആണെന്നുള്ളത്. പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കറക്ഷൻ ടേപ്പ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ യൂണിക്കോണിൻ്റെ ഈ ഒരു ഇറേസർ, ഷാർപ്നർ, പെൻസിലൊക്കെ വരുന്നൊരു സെറ്റായിരുന്നു. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമെന്ന് തന്നെ അറിയില്ല കേട്ടോ. എനിക്ക് എല്ലാം ഇങ്ങനെ കണ്ടിട്ട് എടുത്ത് വെക്കാനാണ് തോന്നുന്നത്. പിന്നെ കുറേ അനിയന് കൊടുക്കണം. ഇനി കുറച്ചധികം സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ജേർണലിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. എൻ്റെ അടുത്ത് ഇതുവരെ ജേർണലിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയ സപ്ലൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതൊക്കെ കുറച്ച് വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് ഇതൊക്കെ. ഒരു സ്റ്റിക്കർ തന്നെ കുറേ കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് കുറേ ഐറ്റംസൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെയും ഇങ്ങനത്തെ കുറച്ച് വിൻറ്റേജ് സ്റ്റിക്കേഴ്സൊക്കെയാണ്. ഇതൊന്നും പേപ്പർ സ്റ്റിക്കേഴ്സ് അല്ല കേട്ടോ, കുറച്ച് 3D ടൈപ്പിൽ വരുന്നതാണ്. ഇനി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ പെൻസിലാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ഐറ്റം ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് വാഷി ടേപ്സ്. എനിക്കിതിൻ്റെ ഒരു ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വാഷി ടേപ്പിൻ്റെ സെറ്റ് വല്ലതും ആണോ എന്ന്. പിന്നെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇനി ഗിഫ്റ്റ് റാപ്പർ ആണോ എന്ന് വിചാരിച്ചു കേട്ടോ. അതൊന്നും അല്ല സംഭവം. എനിക്ക് തോന്നുന്നു ഇനി എന്തോ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള എന്തോ ഐറ്റാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. വളച്ചും തിരിച്ചൊക്കെ കുറേ നോക്കി. പിന്നെ അത് എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു സ്ട്രിങ് പോലെയാണ് വരുന്നത്. അപ്പോൾ അടുത്തത് വരുന്ന ഈ ഒരു സാധനം ഇറേസർ ആണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ഈ ഒരു ഐറ്റം കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അതിനകത്ത് ഫുൾ ആ ഒരു കുറുക്കൻ തന്നെ ഇക്കാരെന്ന്. പക്ഷെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതേപോലത്തെ മഷ്റൂമും പിന്നെ വേറെന്തോ നമ്മുടെ മുള്ളമ്പന്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റിനായിട്ട് യൂസ് ചെയ്യാം. അതിൽ ഒരു മഷ്റൂം എടുത്തിട്ട് ഞാൻ ബാഗിൽ കീ ചെയിനൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതും കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഇത് അനിയന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു കേട്ടോ, കുറച്ച് വെഹിക്കിൾസ് ഒക്കെ. ഇനി നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മിനി കീ ചെയിൻ ആണ് കേട്ടോ. അത് കാണാൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ആ ഒരു ഷൂസിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും അനിയന് വേണ്ടി കൊടുന്നതായിരുന്നു. ഇത് കാണാൻ അത്ര രസമുള്ളതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനിയുള്ളതാ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിങ്ങനത്തെ 4 ഷെയ്ഡിൽ ഒരു ബോക്സ് ലൈറ്റ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ബബിൾസ് ഇല്ലേ, അതാണ് കേട്ടോ ഐറ്റം. അതിങ്ങനെ ചെറിയതായിട്ട് വരുന്നതാണ്. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ളൊരു ഐറ്റം അനിയന് വേണ്ടി കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. അത് ഇതേപോലെ ഒരു ഗ്ലാസ്സിലൊക്കെ ഒട്ടിച്ചാൽ അതവിടെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യൂട്ട് എസ്തെറ്റിക് ഐറ്റംസ് ഒക്കെ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.